ബാല്യകാല സഖിയിൽ ബഷീർ കണ്ടെത്തിയത് പുത്തൻ കണക്കുശാസ്ത്രമല്ല, മറിച്ച് ഒരു പുതിയ പഠന രീതിയാണ്. പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന സത്യത്തിനുമേൽ കുട്ടിയുടെ ഭാവനയെയും ചിന്തയെയും വളർത്തിവിടുന്ന ഒരു പഠന രീതിശാസ്ത്രം. പഠന പ്രവർത്തനങ്ങളുടെ പുത്തൻ രീതികളുമായി ഇന്നെത്തുന്നത് എറണാകുളം ജില്ലയിലെ GUPS കേച്ചേരിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അവരെ വേദിയിലേക്ക്. കേച്ചേരി സ്കൂളിന്റെ പ്രൊഫൈൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തികച്ചും ഹരിതാഭമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഗ്രാമത്തിന്റെ എല്ലാ വിശുദ്ധിയും പേറി നിൽക്കുകയാണ് കീച്ചേരി ഗവൺമെന്റ് UP സ്കൂൾ. എറണാകുളം വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള ഈ സ്കൂളിന് 75 വർഷത്തെ പഴക്കമുണ്ട്. ആയിരത്തി 1925 ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ 2 ക്ലാസുകൾ മാത്രമായിരുന്നു. പിന്നീട് 1980 ഇത് UP സ്കൂളായി ഉയർത്തി. ഇന്നിവിടെ 226 വിദ്യാർത്ഥികളും 10 അധ്യാപകരുമാണുള്ളത്. നേട്ടങ്ങളും മികവുകളും ഏറെയുള്ള ഈ സ്കൂളിലെ കുട്ടികൾ ഇന്ന് ശിശുദിനാഘോഷത്തിന്റെ തിരക്കിലാണ്. അടുത്തതായി GUPS കേച്ചേരി സ്കൂളിലെ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായിട്ടുള്ള ആശയവിനിമയമാണ്. RVG സർ, നിങ്ങളുടെ ഒരു വിലയിരുത്തല് സാധാരണ നമ്മുടെ നാട്ടിലെ UP സ്കൂളുകളെക്കാളെല്ലാം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളാണ് നിങ്ങളുടേതെന്ന് തോന്നുന്നുണ്ടോ? മികച്ചത് എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഒട്ടേറെ നേടാനുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന സൗകര്യങ്ങൾ ഏതൊക്കെയാണ് സ്കൂളിലെ? അഭിമാനം തോന്നുന്ന മറ്റ് ഹൈസ്കൂളുകളിലൊക്കെ കാണപ്പെടുന്ന രീതിയിലുള്ള വിരൽത്തുമ്പിൽ എന്ന രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുകയും LCD പ്രൊജക്ടർ, അതായത് പഞ്ചായത്തിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. മെയിൻ്റനൻസ് ആണെങ്കിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങളിൽ മുൻകൂട്ടി കണ്ടു തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള കമ്പ്യൂട്ടറുകൾ എത്രയുണ്ട് അവിടെ? നമ്മൾ 5 കമ്പ്യൂട്ടറും. അതൊക്കെ ഒരു മുറിയിൽ വെച്ചിരിക്കുകയാണോ? അതെ അതെ, ഒരു കമ്പ്യൂട്ടർ മുറി പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ കുട്ടികളിലെ വന്നിരിക്കുന്നവരിൽ ഒന്ന് ചിരിച്ചോണ്ടിരിക്കൂ, അല്ല ഉഷാറായിട്ട്, പരീക്ഷയൊന്നും അല്ലല്ലോ. നിങ്ങളിൽ എത്ര പേര് ഈ കമ്പ്യൂട്ടർ മുറിയിൽ പോയി കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്? കൈവെക്കാമോ? എല്ലാവരും ആണോ? ആതിരയ്ക്കൊക്കെ അറിയാമോ എങ്ങനെയാണ് ഇന്റർനെറ്റ് ഒക്കെ എടുക്കുന്നത്? ഇന്റർനെറ്റിൽ എന്താ നോക്കണേ? പിന്നെ അവിടെ ചെന്ന് എന്താ ചെയ്യാ? കമ്പ്യൂട്ടർ മുറി ചെന്നാല് പെയിന്റ് എടുക്കാറുണ്ട്. പെയിന്റ് ഒക്കെ ചെയ്യും. പിന്നെ ഈ ഇന്റർനെറ്റ് കണക്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ടോ? ഇന്റർനെറ്റിലൂടെ എങ്ങോട്ടാ നോക്കണേ? നെറ്റിലൂടെ അല്ല, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പ്രസന്റേഷൻ തയ്യാറാക്കിക്കുമോ നിങ്ങളെ കൊണ്ട്? എന്തെങ്കിലും ചെറിയ പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ അതൊന്നും തുടങ്ങിയിട്ടില്ല അല്ലേ? ഇപ്പൊ പെയിന്റ് ചെയ്യും, പടം വരയ്ക്കും അല്ലേ? നിങ്ങളെല്ലാവരും പടം വരയ്ക്കാൻ മിടുക്കുള്ളവരാണ് അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും പാഠം പഠിപ്പിക്കാനായിട്ട് ഈ കമ്പ്യൂട്ടർ മുറി കൊണ്ടുപോയി അതിലൂടെ എന്തെങ്കിലുമൊക്കെ ചിത്രമൊക്കെ കാണിച്ചു തരുമോ ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? അത് ഏതെങ്കിലും ഒരു പാഠം? ഞങ്ങൾക്ക് സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള വെസ്റ്റേൺ ഗാർഡ്സിന്റെ CD ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. CD ഇട്ട് കണ്ടിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നോ CD? വെസ്റ്റേൺ ഗാർഡ്സിലേക്ക് എന്തൊക്കെയാണ് കണ്ടേ CD കൂടെ? കിഴക്കൻ മലനാടെല്ലാം കണ്ടു. മലനാടെല്ലാം കണ്ടു. പിന്നെ വേറെ ഏതെങ്കിലും CD ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് കണക്കിന്റെ കോണുകളെ കുറിച്ചൊക്കെ LCD പ്രൊജക്ടറിലൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു മാസത്തിനകം എത്ര തവണ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ മുറിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു? പോകാൻ പറ്റി? ഒരു 5-6 തവണയൊക്കെ ഉണ്ടായിരുന്നോ? അതോ 1-2 തവണയോ? 2-3 ദിവസമൊക്കെ പോയിട്ടുണ്ടല്ലേ? കൊള്ളാം. PTA മീറ്റിങ്ങിന് സാധാരണയായിട്ട് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ആരാ വരാറ്? സാധാരണയായിട്ട് അമ്മ വരും. ആ മീറ്റിങ്ങിന് വന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മോളോട് എന്താ പറയുക അമ്മ? ടീച്ചർമാർ ഇങ്ങനെ കുറച്ചും കൂടെ നന്നാക്കണം, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ നന്നാക്കണം എന്നൊക്കെ അമ്മയോട് പറയുകയാണ്. അമ്മ അത് വന്ന് എന്നോട് പറയും.
കുറച്ചും കൂടെ ചെയ്യണം. കുറച്ചുകൂടി നന്നാക്കണം. ഏത് വിഷയത്തിൽ ഇതൊന്നും പറയില്ലേ? ആ എന്താ ഇപ്പോൾ മലയാളം എടുക്കുന്ന ടീച്ചറാണെ മലയാളത്തിനെ കുറിച്ച് അങ്ങനെ പറയുകയാണെ ആ വിഷയം കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറയും. അപ്പോൾ PTA മീറ്റിങ്ങിൽ അമ്മ പോകുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, സന്തോഷമാണ്. അപ്പോൾ പൊതുവേ രക്ഷിതാക്കളുടെ ഇടപെടൽ വളരെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് പറയാം അല്ലേ? അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാം സഹകരിക്കുന്നില്ലേ നന്നായിട്ട്? ശരി. വിഷ്ണുപ്രിയ, ഈ സോമമാഷ് ചിരിക്കാറില്ലേ? ഭയങ്കര ഗൗരവക്കാരനാണോ? അല്ല. അല്ല, തമാശയൊക്കെ പറയുമോ നിങ്ങളോട്? ഈ പൊതു ആരോഗ്യം എന്ന് വെച്ചാൽ എന്താ? രോഗമില്ലാത്ത അവസ്ഥയാണ്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ പൊതു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? മോള് പറയൂ. പൊതു ആരോഗ്യ പോഷകമായ ആഹാരം തരുന്നു. എന്തൊക്കെയാണ് പോഷകങ്ങൾ? എന്തൊക്കെ പോഷകങ്ങളാണ് നിങ്ങളുടെ ആഹാരത്തിലുള്ളത്? പയറിൽ പയറെന്തിനാണ് നല്ലത്? കാൽസ്യം. പിന്നെ പോട്ടെ, പിന്നെ വേറെ എന്താ ഉള്ളത്? കടല. കേട്ടില്ല. കടല. കേട്ടില്ല. കടല. കടല. പിന്നെ പിന്നെ പച്ചക്കറികളൊക്കെ. പച്ചക്കറികൾ കൊണ്ട് എന്താ പ്രയോജനം നമുക്ക്? നിങ്ങൾ ഈ ചീരയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് കറി വെച്ച് തരാറുണ്ടോ? ഉണ്ട്. ഈ കമ്പോസ്റ്റ് കുഴിയുടെ കാര്യം പറഞ്ഞല്ലോ, അത് കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയാണ് നിങ്ങളൊക്കെ കൊണ്ട് വേസ്റ്റ് അവിടെയാണോ ഇടുന്നത്? പ്ലാസ്റ്റിക് ഒക്കെ എവിടെയാണ് ഇടുന്നത്? പ്ലാസ്റ്റിക് വേറെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ നിക്ഷേപിക്കുക ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് അത് കുഴികളിൽ ഇതാക്കും. കുഴിയിലെടുത്തിടുകയാണോ ചെയ്യുന്നത്? സ്കൂളിൽ തന്നെയാ? അവിടെ കുഴിയിട്ട് കുഴിച്ചു മൂടും, അങ്ങനെയാണോ? കുഴിച്ചു മൂടില്ല, പിന്നെ അവിടെ ഇടുക ചെയ്യാം. അത് ശരി. പിന്നെ നിങ്ങൾക്ക് ആരോഗ്യ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ക്ലാസ് ഉണ്ടോ? മറീന പറയൂ. ഹെൽത്ത് ക്ലബിൽ ടീച്ചർ പല ക്ലാസ്സുകളും വിളിച്ച് എടുക്കാറില്ല. എല്ലാ കുട്ടികൾക്കും ഉണ്ടോ അതോ 6ാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഉള്ളോ? അല്ല, എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ. എന്നിട്ട് എന്ത് പറഞ്ഞു തരും? എന്നിട്ട് ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം വെട്ടണം, എല്ലാ ദിവസവും കുളിക്കണം. ഇതൊക്കെ അനുസരിക്കാറുണ്ടോ? സോമമാഷിനോടാണ് ചോദ്യം. മാഷിന് അറിയായിരുന്നു ഇങ്ങനെ റിയാലിറ്റി ഷോ വരുമെന്ന്? ഇല്ല, അങ്ങനെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ 2006 ആ സ്കൂളിലെത്തിയ ആളാണ്. അപ്പോൾ ഓരോ വർഷവും കുറേശ്ശെ കാര്യങ്ങൾ ചെയ്ത് ചിട്ടപ്പെടുത്തി പോകുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു സർക്കാർ സ്കൂളിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം ശരിയായിട്ട് ഒരു കാര്യവും ഈ രാജ്യത്ത് നടക്കില്ല. അപ്പോൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതാണ് സ്കൂൾ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന ചെറിയ കൊച്ചുകുട്ടികളുള്ള ഒരു ചെറിയ സ്കൂള്, നിറച്ച് പച്ചപ്പ് തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷം, എല്ലാം കൊണ്ടും വളരെ സന്തോഷം തോന്നിയ ഒരു പരിചയപ്പെടുത്തായിരുന്നു സ്കൂളിനെ കുറിച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓണസ്റ്റി ഷോപ്പ്. അതിന് മലയാളത്തിലൊരു പേര് കൊടുക്കായിരുന്നു എന്നും കൂടെ എനിക്ക് തോന്നുന്നു. ഇത് സായിപ്പിന് മാത്രം ഒക്കുന്നൊരു സാധനമാണ് ഓണസ്റ്റി എന്നൊരു തോന്നൽ വരുത്തണ്ട. ഇനി കുട്ടികളോട് ചോദിക്കാനുള്ളത്, എല്ലാവരും കമ്പ്യൂട്ടർ റൂമിൽ കയറി എന്നാണ് പറഞ്ഞത് അല്ലേ? ഈ ഇൻ്റർനെറ്റിൽ നേരിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലേ? ഗെയിം കളിക്കാറുണ്ടോ കമ്പ്യൂട്ടറിൽ? ഉണ്ടല്ലേ? GTYCT കളിച്ചിട്ടുണ്ട്? GTYCT ഇല്ല, എന്ത് ഗെയിമാണ് കളിക്കുന്നതിൽ? ചെസ് ഉണ്ട്. ചെസ്. പിന്നെ ഞങ്ങൾ കളറൊക്കെ ചെയ്യുകയാണ് കൂടുതൽ. പെയിന്റിൽ അല്ലേ? എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ള, ഇൻ്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടർ കളിക്കാൻ കൊടുക്കുമ്പോഴും അതൊരു സാറൊരു സ്കൂളിൻ്റെ ഒരു മികവായിട്ടാണ് പറഞ്ഞതെങ്കിലും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും പ്രത്യേകം ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ്. ഇത് ഒരു ഗുണത്തിന് പകരം ഒരു ദോഷമായിട്ടും വരാം. നമ്മളത് ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ സ്കൂളിലോട്ട് പോകുമ്പോൾ തലേ ദിവസം പേടി കാണുമോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ? ഇല്ല. അപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ സാരമൊന്നുമില്ല സ്കൂളിൽ? പിന്നെ ചെയ്യാറൊക്കെ ഉണ്ട്, ഇടയ്ക്കേ ചെയ്യാണ്ടിരിക്കാറുള്ളൂ. അല്ല, ചെയ്യാതിരുന്നാൽ പേടിയുണ്ടോ സ്കൂളിൽ വരാൻ? ഇല്ല. ഇല്ല. അടിക്കൊന്നുമില്ല സാറ്? ചിലപ്പോൾ അത്യാവശ്യമായിട്ടുള്ളപ്പോൾ അടിയെടുക്കുള്ളൂ. ഏതായാലും ആനിമൽ വെൽഫെയർ ക്ലബ്ബ് ഉണ്ടെന്ന് പറഞ്ഞത് വളരെ ഒരു പുതുമയുള്ളൊരു കാര്യമാണ്. വേറെ
സ്ഥാപനങ്ങളിലൊന്നും കേരളത്തിലുള്ളതായി ഞാൻ തന്നെ കേട്ടിട്ടില്ല. പിന്നെ ആ മൃഗങ്ങളെ ചിത്രങ്ങൾ വെച്ച് പരിചയപ്പെടുത്തലും അത് വർഗീകരിക്കലും അതൊക്കെ നല്ല നല്ല UP സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനം അല്ലെങ്കിലും നിങ്ങളത് ഏറ്റെടുത്തത് വളരെ മാതൃകാപരമാണ്. നമ്മുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ, ഡോക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, അഗ്രികൾച്ചർ ഓഫീസർ ഇവരൊക്കെ വന്ന് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. എന്ത് വിഷയത്തെ പറ്റിയിട്ടാണ് പോലീസ് ഇൻസ്പെക്ടർ ക്ലാസ് എടുത്തത്? റോഡ് സുരക്ഷയെ സംബന്ധിച്ചാണ് പോലീസ് ഇൻസ്പെക്ടർ ബാബുക്കുട്ട സാറ് ക്ലാസ് എടുത്തത്. കൃഷി ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ജൈവ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. നമ്മളവിടെ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തൊക്കെയാണത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കിയത് മണ്ണെണ്ണക്കുഴമ്പാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം അവരെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ജൈവ കീടനാശിക സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ കീടനാശികളൊന്നും തന്നെ തളിക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാലും ഇങ്ങനെ ആവശ്യമായി വരുവാണെങ്കിൽ ഇങ്ങനെയുള്ള കീടനാശികളാണ് തളിക്കുന്നത്. അപ്പോൾ ഈ അവിടെ ഉണ്ടാകുന്ന കാർഷിക വിളകൾ, കായ്കനികളോ കിഴങ്ങുകളോ അതൊക്കെ എന്ത് ചെയ്യും? സ്കൂളിലെ ആവശ്യത്തിലേക്ക് ഉപയോഗിക്കാം. ചേന നമ്മളിപ്പോൾ ഇത് നമ്മുടെ മെനുവിനെ പറ്റി കുട്ടിയോട് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞില്ലേ പോലും നമ്മുടെ 127 കുഴി ചേനയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും പറിച്ചിട്ട് ഈ എരിശ്ശേരി എന്ന് പറയുന്ന രീതിയിൽ ചാറുകറിയായിട്ട് പയറിൻ്റെ കൂട്ടത്തിൽ ചേനയും കൂടെ ചേർത്ത് എരിശ്ശേരി എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് സാധനങ്ങൾ അതേപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചേമ്പാണെങ്കിലും സാമ്പാറിനകത്ത് ചേമ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള നമ്മൾ വിളവെടുത്തിട്ടില്ല. വിളവെടുത്തു കഴിഞ്ഞാൽ ഇത് കടയിലേക്ക് കൊടുത്തിട്ട് നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഗവൺമെൻറ് പറയുന്നതിലപ്പുറം എല്ലാ ദിവസവും ഒരു കറി എന്തെങ്കിലും, അതായത് എരിശ്ശേരി ആയിരിക്കാം, സാമ്പാറായിരിക്കാം, രസമായിരിക്കാം, വിവിധ തരത്തിലുള്ള തോരനായിരിക്കാം, ഇതെല്ലാം വാങ്ങുന്നതിൻ്റെ കുറേ പണം ഗവൺമെൻറ് തരുമ്പോൾ ബാക്കി പണം കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ചേനയും ചേമ്പും ഒക്കെ വിറ്റ് കിട്ടുന്ന പൈസ നമ്മൾ മുതൽ കൂട്ടും. അവിടെ നമ്മൾ ഈ ഉച്ചഭക്ഷണത്തിന് ഭക്ഷണം പാകം ചെയ്യുന്നത് വിറകടുപ്പാണ്. വിറകടുപ്പാണ്. പുകയില്ല അടുപ്പാണ്? പുകയില്ലാത്തതാണ്. കമ്മ്യൂണിറ്റി അടുപ്പ്. അതെ അതെ. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം മാത്രമല്ല, ഒരു സമാധാനം കൂടി തോന്നുന്നുണ്ട്. വളരെ അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും. ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഈ ഭുവനേശ്വരി ടീച്ചർ എൻവയോൺമെൻറ്റ് ക്ലബ്ബ് സ്പോൺസർ ചെയ്യുന്നു എന്ന് കാണുന്നത് എന്താണ് അതിൻ്റെ ഒരു, അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, അങ്ങനെയാണോ? എൻവയോൺമെൻറ്റ് ക്ലബിൻ്റെ ആളാണോ ടീച്ചർ? ഹരിത ക്ലബിൻ്റെ ചാർജ് എനിക്കാണ്. ചാർജ് ആണല്ലേ? എന്തൊക്കെയാ ഹരിത ക്ലബ്ബാണോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഈ കൃഷിയുടെ? അതെ അതെ, അതൊക്കെ ചെയ്യുന്നത്. അതെ, ഹരിത ക്ലബിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. PTA സഹായത്തോടെ ചെയ്യുന്നു. PTA സഹായത്തോടെ. അത് അധ്വാനമുള്ള കിളക്കി അങ്ങനെയുള്ള ഭാരമുള്ള ജോലികളൊക്കെ അവരുടെ സഹായം ചെയ്യും. മറ്റുള്ളത് ജോലികൾ കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു. അതെ. എൻ്റെ മരം ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? അങ്ങനെ കുട്ടികളെ കൊണ്ടൊക്കെ നടിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലോട്ട് ഒരു 90% കുട്ടികളുടെ മരം ഇപ്പോഴുണ്ട്. ഉണ്ട്. ഹെർമൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നു? ഞാൻ 6ലാണ് പഠിക്കുന്നത്. എന്താ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം? മലയാളം. മലയാളത്തിൽ ഏതെങ്കിലും ഒരു 2 വരി കവിതയോ എന്തെങ്കിലും പറയാറിയോ? അത്യന്ത തമസിൽ പെട്ടുഴലും ലോകത്തിനു സത്യത്തിനും പ്രഭാപൂരം കാട്ടിയെന്നതിനാലെ മുൾക്കിരീടവും ചൂടിയങ്ങ് വിശ്രമം കൊൽവു മൂർഖമാം നാരാജമുനകളിൽ. വളരെ നന്നായിട്ട്. ഹെർമൻ എന്നാണ് പേര്. നിങ്ങളുടെ സ്കോറൊക്കെ ചോദിക്കാം ഇനി. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ. GUPS കീച്ചേരിക്ക് നമ്മുടെ ജൂറി അംഗങ്ങൾ നൽകിയിരിക്കുന്ന മാർക്ക് 100ൽ 94.1.